സാധാരണക്കാരന് അവധൂതനെ എങ്ങനെ തിരിച്ചറിയും? വിഷമാണ്, വളരെ വിഷമാണ്, തിരിച്ചറിയാൻ വളരെ വിഷമം. നമ്മൾ ഒരിക്കലൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മഹാവധൂതൻ ഒരു സ്ഥലത്തുണ്ടെന്ന് കേട്ടു. വലിയ അവധൂതനാണ്. അത് പോയി കാണാൻ വേണ്ടി പോയി. അവധൂതനെ കാണാൻ ഭാഗ്യമാണല്ലോ. അപ്പം അദ്ദേഹം അറിയിക്കുന്നത് ഈ ലോകത്തിലെ യാതൊരു വിഷയങ്ങളും ഇല്ല. ഒരു ചെറിയ ഇത്രയുള്ളൊരു ചാക്കിൻ്റെ കഷ്ണം ഇങ്ങനെ ഇവിടെ ഉണ്ട്. കുറേ നായ്ക്കളൊക്കെ ഉണ്ട് ചുറ്റും. മുമ്പിൽ പഴത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ട്, നോട്ടിൻ്റെ ഒരു കൂമ്പാരമുണ്ട്. ഒന്നും അയാൾ നോക്കുന്നില്ല, ഒരു പ്രശ്നമില്ല, അതൊന്നും അയാളില്ല. പെട്ടെന്ന് നമുക്ക് വലിയൊരു അവധൂതൻ തന്നെയെന്ന് തോന്നിപ്പോവും. സന്ദർഭവശാൽ അന്ന് രാജസ്ഥാൻ പോലീസിനെയും കൂട്ടി ഉത്തർപ്രദേശ് പോലീസ് അവിടെ എത്തി. ഇയാൾ അറസ്റ്റ് ചെയ്തു. ഇയാൾ കൊലപാതകം ചെയ്ത് വന്ന് ഇരിക്കുക അവധൂതനായിട്ട്. അപ്പം ചിലർക്ക് ചോദിക്കാം, സ്വാമി ശരി കൊലപാതകം ചെയ്തു, പക്ഷെ അതിന് ശേഷം പരിവർത്തനം വരാലോ? തീർച്ചയായിട്ടും ഏത് കൊലപാതകിയാണെങ്കിലും പരിവർത്തനം വരാം, അവധൂതനാകാം. പക്ഷേ പോലീസിൻ്റെ അടുത്ത് 2 തല്ല് കിട്ടിയപ്പോൾ അയാളെ വായെന്ന് വന്ന വാക്കുകൾ കേട്ട ഉറപ്പാണെന്ത്? അയാൾ അവധൂതനല്ല എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് പുറമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരാൾ അവധൂതനാണോ അല്ലയോ. അയാൾ അവധൂതനാണെന്ന് 10 പേര് പറഞ്ഞു വരുത്തിയാൽ അയാൾ അവധൂതനായിട്ട് അറിയപ്പെടും. ഈ പറഞ്ഞു വരുത്തുന്നത് അവധൂതനാണോ അല്ലയോ? അല്ല. ഈ അത് അവധൂതനാണെന്ന് പറയുന്ന 10 പേര് അവധൂതന്മാരാണോ? അല്ല. പിന്നെ അവർക്ക് എങ്ങനെയാ അറിയാം അവധൂതനാണ്? അവധൂതനെ അറിയുള്ളൂ, ജ്ഞാനിയെ അറിയുള്ളൂ. ഇത് വലിയൊരു വിഷയമാണ്. ചിലപ്പോൾ വട്ടുകേസായിരിക്കും, ചിലപ്പോൾ ഇതുപോലുള്ള ക്രിമിനൽസ് ആയിരിക്കും, ചിലപ്പോൾ ശരിയായ അവധൂതന്മാരായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവധൂതനാണെന്ന് അവധൂതൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാൻ അവധൂതനാണെന്ന് ഏതെങ്കിലും അവധൂതൻ പറഞ്ഞാൽ അറിയോ? ഇല്ല. പിന്നെ ആരാ പറയണത്? ലോക്കര്. ഈ ലോകർ അവധൂതനാണോ? പിന്നെ അവനെങ്ങനെ അറിയാം അവധൂതനാകും? മനസ്സിലായില്ലേ? പിന്നെ നിരന്തരം ദീർഘകാലം മഹാത്മാക്കളൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കി ആ മഹിമാബോധം വന്ന് അങ്ങനെ ആണെങ്കിൽ നമുക്കും അത് മറ്റൊരു വിപരീത അനുഭവം ഇല്ലാത്ത കാലത്തോളം അംഗീകരിക്കാം. അത്രേ പറ്റൂ.